ആലപ്പുഴയിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് വിശന്ന് വലഞ്ഞപ്പോൾ കയറിയ ഒരു കടയിൽ സീ ഫുഡ് മാത്രം കിട്ടുന്ന ഒരു കടയായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഇത് കൊണ്ടുവരുന്ന രീതി കണ്ടപ്പം ആകെപ്പാട് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് വീഡിയോ എടുത്തതാണേ. പല വെറൈറ്റി മീനുകൾ ഇങ്ങനെ ഉന്തുവണ്ടിയിൽ കൊണ്ടുവരും, പല കറികളും പിന്നെ ഫ്രൈകളൊക്കെ ഉണ്ടാവും. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഏത് മീനാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരത് പൊള്ളിച്ചോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ടോ നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ആക്കി തരും കേട്ടോ. മീൻ ചട്ടി എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു റെസ്റ്റോറൻ്റാണ് തോന്നുന്നു പേര്. അങ്ങനെ കൊണ്ടുവന്ന വിഭവങ്ങളൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല കക്കയിറച്ചിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടാണ് കഴിക്കണത്. നമ്മളവിടെ ഇങ്ങനത്തെ വെറൈറ്റി മീനുകളൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയി ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് അവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഉച്ചയായപ്പോൾ വിശന്നപ്പം അങ്ങനെ കണ്ണപ്പൻ ബിരിയാണിയാണ് കഴിക്കുന്നത്. ഞാൻ ചോറിൻ്റെ കൂടെ കക്കയിറച്ചിയും പിന്നെ അതുപോലെ കാളാഞ്ചി വാഴയിലയിൽ പൊള്ളിച്ചതുമാണ് പറഞ്ഞത്. ഈ മീൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് വയറ് നിറഞ്ഞു. കാരണം അത്രയധികം വലിപ്പം ഉണ്ടായിരുന്നു മീൻ. അധികം മുള്ളൊന്നും ഇല്ലാത്ത മീനാണ്. പിന്നെ നമ്മളെ ഫ്രൈയുടെ ടേസ്റ്റ് അല്ല, വാഴയിലയിൽ പൊള്ളിച്ചതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള മീനായിരുന്നു കേട്ടോ. നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി വേണം കുറച്ച് വലിയ മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാനെന്ന് ഞാൻ അവിടെ ഇരുന്നിട്ട് തന്നെ ഏട്ടനോട് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ വാഴയിലയുടെ ഒരു ഫ്ലേവറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഊണിൻ്റെ ഒപ്പം കിട്ടിയ കറികളൊക്കെ സൂപ്പറായിരുന്നു. കറികളൊക്കെ പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ, പക്ഷേ മീൻ വിഭവങ്ങളാണ് പ്രത്യേകം പറയാനുള്ളത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാതരം മീനുകളും കിട്ടുന്നതുകൊണ്ട് നല്ല സൂപ്പർ ഫുഡ് തന്നെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ബൈ.